ഹായ് ഗായ്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലും ദക്ഷിണ കർണാടകയിലും മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേക നിർമ്മിതി കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇത് കാഞ്ഞങ്ങാട് നിന്നും 15 കിലോമീറ്റർ മാറി പോർക്കളം മേളാടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാമമാണ്. ഇതെൻ്റെ അമ്മയുടെ വീടാണ്. കാഞ്ഞങ്ങാടിലെ പോലെയല്ല ഇവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കുറഞ്ഞൊരു ഗ്രാമപ്രദേശമാണ്. ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ വരുമാനം കൃഷിയാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, വീടും പിന്നെ ചുറ്റും കൃഷിയിടാണ്. ഹെക്ടർ കണക്കിന് കൃഷിയിടാണ് ഇവർക്കുള്ളത്. ഒരു സ്ലോപ്പി ഏരിയ ആണ്. ഞാനൊരു കുഴിയിലേക്കാണ് പോകുന്നത്. കുഴിയിലാണ് വീടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഭയങ്കര കുഴിഞ്ഞൊരു ഏരിയ ആണ്. ഞാൻ അതിലേ നടന്ന് വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ ഇപ്പോഴത്തെ മെയിൻ കൃഷി എന്ന് പറയുന്നത് റബ്ബർ, കുരുമുളക്, കവുങ്ങ്, അതായത് അടക്ക പിടിക്കുന്ന മരം ഉണ്ടല്ലോ അത്, തെങ്ങ്, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഇപ്പോൾ കൃഷി ഉൽപ്പന്നങ്ങളായിട്ട് കൃഷി ചെയ്യുന്നത്. ഇതിന് പുറമെ പണ്ടായിരുന്നെങ്കിൽ ഈ റബ്ബറിന് പകരം മെയിനായിട്ടുണ്ടായിരുന്നത് പറങ്കി മാവായിരുന്നു. പറങ്കി മാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കശുമാവായിരുന്നു പണ്ട് മെയിനായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിവിടെ എത്തിയപാടെ എൻ്റെ മൂത്തമ്മയും വന്നിട്ടുണ്ടായിരുന്നു. മുത്തമ്മ പുളി പറക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു. പുളി മരം കുലുക്കി, അപ്പം അതിൽ നിറച്ച് പുളി താഴെ വീണിട്ടുണ്ട്. അപ്പം അത് പറക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു. ഇതാണ് ഗൈസ് പുളിമരം. ഈ പുളിമരമാണ് കുലുക്കിയത്. അപ്പം കുലുക്കുമ്പോൾ ഉള്ള താഴേക്കാണ് വീഴുന്നത്. നമ്മൾ ഇടുന്നാണ് പറക്കിയിട്ട് എടുക്കുന്നത്. ഗൈസ്, നമ്മൾ പുളി പറക്കാണ് ഗൈസ്. കണ്ട, ഇത് ഈ മരത്തുനിന്ന് ഫുള്ള് കുലുക്കിയിട്ട് ഇപ്പിട്ടാണ്. താഴെയുള്ള നിറച്ച് പുളിയാണ്. ഇതെല്ലാം നോക്കിയാൽ കാണാം, ഇതെല്ലാം ഫുള്ള് പുളിയാണ്. മോളിൽ നിന്ന് വേറെ ആൾ പുളി പറക്കുന്നുണ്ട്. കണ്ട, ആടുന്ന് വേറെ ആളും പുളി നോക്കിയാണേ. ഇന്ന് അമ്മ പുളി പറക്കുന്നുണ്ട്. അപ്പൊ പുളി പറക്കാം. പുളി കൊറേ പറക്കിയാ നമ്മ പറക്കി കഴിഞ്ഞു. ചെടി നട്ടതാ പുളിയില്. ഗൈസ്, ഈ അൻഷി പറയാന്ന് ഇത് ചെടി നട്ടതാന്ന്, അതുകൊണ്ട് ഇത് കേടാന്ന്, ഇത് ചാടിയതാ അൻഷി. ഇത് പുളിയില് ഇല പിടിച്ചതാന്ന്, ഇലയാന്നില്ല കാര്യം അൻഷിക്ക് മനസ്സിലായിട്ടാ. അയ്യേ, യമു നല്ലോണം കിട്ടിയാ? നോക്കി ഇങ്ങോട്ടേക്ക് അൻഷി, ശരണമായി. ഗൈസ്, ഞാനും പുളി പറക്കാനാണ് വന്നേ, പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ ഒന്നും പറക്കില്ല. അതിസാഹസികമായിട്ട് പുളി പറക്കുന്നുണ്ട്. എന്റെ മൂത്തമ്മേനാന്ന് വിളിച്ചത്. പിന്നെ അമ്മായി ആണെങ്കിൽ നല്ലോണം പുളി പറക്കുന്നുണ്ട്. അത് ഭയങ്കര സ്ലോപ്പാണ്, ഭയങ്കര ഡേഞ്ചറാണ്. ആടെ ആ വള്ളിക്കെട്ടിലെല്ലാം തൂങ്ങിക്കിടന്നിട്ട് പുളിയെല്ലാം പറക്കുന്നു. വേണ്ടാന്ന് പറഞ്ഞു. ലാസ്റ്റ് കണ്ടോ ഗൈസ്, ഭയങ്കര എന്തെന്ന് പറയണ മരം കയറി അതന്നെ. അതിനുവേണ്ടി ഞാൻ കാത്തുക്കും. അത് ഇതിൽ കാണുമ്പോ അത്ര മനസ്സിലായി. നമ്മളെ പുളി പറക്കെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടയില് പുളിയെല്ലാം എടുത്തിട്ട് എമ്മ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ എന്റെ ബേക്കില് വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് എമ്മ കണ്ടാൽ പിന്നെ ഇങ്ങനെ പുളി പറക്കിട്ട് വരുന്നുണ്ട്. ഗൈസ്, ഞാൻ പറഞ്ഞ പ്രത്യേക നിർമ്മിതി കാണാനാണ് നമ്മൾ അടുത്ത ഭാഗത്തിൽ പോകുന്നത്. ഈ ഭാഗത്തിൽ അത് കാണിച്ചിട്ടില്ല. അതാണ് നമ്മുടെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ്. അത് കാണാനാണ് പോകുന്നത്. നമുക്ക് വീഡിയോ എടുത്തിരുന്നത് ആ കുഞ്ഞുണ്ടായിട്ട് അൻഷിയാണ് എടുത്തിരുന്നത്. അൻഷി മര്യാദക്ക് വീഡിയോ ഒന്നും എടുത്തിരുന്നില്ല. നമുക്ക് എന്തെങ്കിലും കണ്ട് അത്ര. പുളി പറക്കലല്ല ഗൈസ് നമ്മളെ മെയിൻ കണ്ടന്റ്. നമ്മളെ കണ്ടന്റ് നെക്സ്റ്റ് പാർട്ടിൽ വരുന്നതായിരിക്കും.